أبدأ باسم الواحد حمدا له بالعابد صلى على محمد والآل وسلام الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അതൊരു ഇൻട്രൊഡക്ഷൻ. അബ്ദഉ എന്നാണ് തുടങ്ങുന്നത്. ഈ ബൈത്ത് പാടുന്നതാണ് സ്റ്റാർട്ട് ആക്കുന്നത്. ബിസ്മിൽ വാഹിദ്, ഇലാഹായ ഏക ഇലാഹായ അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നത്. ഹംദൻ ലഹു ബിൽ ആബിദി, എങ്ങനത്തെ സ്തുതിക്കുന്നതാണ്. ഹംദൻ ലഹു, എല്ലാ സ്തോത്രങ്ങളും എല്ലാ പുകഴ്ചയും ആ അല്ലാഹുവായിട്ടിക്കടെ ബിൽ ആബിദി, ശാശ്വതമായിട്ട്. അതൊക്കെ ടൈമിങ്സ് ഒന്നുമില്ല, കാലയില്ല, റായയില്ല. എനി ടൈം എനിവേർ, എപ്പോ വേണമെങ്കിലും എല്ലാം അല്ലാഹു സീമിതായിട്ടിക്കടെ ആ റബ്ബുടെ കൊണ്ടുവന്നാ തുടങ്ങണേ. മുഹമ്മദ്, അങ്ങനത്തെ അല്ലാഹു മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. വൽ ആലി, ആ നബി തങ്ങളുടെ കുടുംബത്തെ മേലും സ്വലാത്ത് മാത്രമല്ല വസലാമുല്ലാഹ്, അല്ലാഹുവിന്റെ സലാമും ചൊല്ലുക. ഇതായിരിക്കണം മജ്ലിസുന്നൂർ തുടങ്ങി. പിന്നെ ഞങ്ങൾ സത്യത്തിൽ ചില ആൾമാര് ഈ മജ്ലിസുന്നൂർക്ക് ജവാബ് തണ്ടാറ്, ജവാബ് തറാട്ടിക്കിടാറ്. മക്കൾ ലായിലായെന്നുള്ള ഭയങ്കര കണ്ടീഷൻ. സ്വല്ലാവസ്സല്ലം എത്തുന്ന മറുപടിയാണ്. റിവോൻ എത്തുമ്പത്തല്ലേ പിന്നെ കുറഞ്ഞോണ്ട് വേണ്ടല്ലേ. സത്യത്തിൽ ഇതൊരു പ്രാർത്ഥനയാണ്, ഇതൊരു ദുആ ആയിട്ടിക്കല്. 3 ദുആ ഞങ്ങൾ മലയാളത്തിൽ ദുആറക്കണം മാത്രം. എല്ലാ ബലാലും ആഫത്തും ദണ്ണം ഉപാവസൂരിയും പിന്നെ ലാസ്റ്റത്തെ ദുആ ദാഹമോത്തത്. സത്യത്തിൽ ഈ പ്രാർത്ഥന അല്ലാണ്ട് മജ്ലിസിലോ ഫസ്റ്റ് അല്ലാഹുവിനെ കൊണ്ടുവന്നാ തുടങ്ങിടേണ്ടല്ല ചൊന്നേൻ. പിന്നെ അദ്ഉക യാ മൗലാ ലനാ ബി അഹ്ലി ബദരിൻ ബദറുന മുഹമ്മദുൻ നബിയുനാ സ്വല്ലി അലൈഹി യാ അല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫി ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ഉക റബ്ബേ, നിന്നൊട്ടിಗೆ ನಾನು ദ്വാരಕ್ಕೆ ಹೋಗೋണ്ടೆ. അത് ദുആ. എല്ലാ രൂപത്തിലും നിങ്ങൾ സ്തുതിച്ചല്ലേ. അത് സർവകാലത്തിലും സർവരായത്വവും സർവജാഗവും ഞാൻ നിനക്ക് എല്ലാ രൂപത്തിലും സ്തോത്രാക്കിയിട്ട് നീ മുഹമ്മദ് നബി സലാത്തും സലാമും അല്ല ചൊന്നേൽ പിന്നെ നിന്നൊട്ടിಗೆ കേൾക്കുള്ളത്. അതൊക്കെ ഞാൻ നിന്നൊട്ടിಗೆ ദ്വാർന്നുള്ള റബ്ബേ. യാ മൗലാലന, ഞങ്ങളെ എല്ലാമായ സർവാധിരാജനായ റബ്ബേ, മൗലയായ റബ്ബേ, ഞാൻ നിന്നൊട്ടിಗೆ ദ്വാർന്നുള്ള. ആരെ വെച്ചിട്ട് ദ്വാർന്നുള്ള? നമുക്ക് ഡയറക്റ്റ് നിന്നൊട്ടിಗೆ കേൾക്കുക മാത്രമുള്ള കപ്പാസിറ്റി ഇല്ല, ആ എബിലിറ്റി നല്ലതില്ല. മഹാന്മാരായ ബദർ ശുഹദാക്കളെ മുന്നിൽ വെച്ചിട്ട് നിന്നൊട്ടിಗೆ ഞാൻ ദ്വാർന്നുള്ള. അതിന് ഫസ്റ്റത്തെ ബദറുന ചൊല്ലുന്നത് ഒരാളുടെ പേരെന്ന്. ബദരീകളെ കൊണ്ട് നിങ്ങൾ ദ്വാർന്നുള്ള ചൊന്നാൽ പിന്നെ ഫസ്റ്റ് ആ ബദരീകളിൽപ്പെട്ട ആളായി തിക്കട് ബദറുന, ഞങ്ങളെ പൂർണ്ണചന്ദ്രനായ മുഹമ്മദുൻ നബിയുനാ, മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങാണ്ട്. ഈ ബദർ ഞങ്ങൾ എപ്പോഴും, ഈ പ്രകാശം ഞങ്ങൾക്ക് എപ്പോഴും കിട്ടണം. പിന്നെ ഇങ്ങനെ ദ്വാർന്നുകൊണ്ട് പോണ്ടേ. ആ ദ്വാരത്തിലും 6 ദുആ ഉണ്ട്, 6 ജവാബുണ്ട്. 6 ജവാബുടെയും ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കും. എല്ലാം മോന്തിങ്ങവർക്കോ നിങ്ങൾ മജ്ലിസിനോട് പാടാം. SKSF ആ ഒരു എന്തുകൊണ്ട് അണ്ടർലൈറ്റോടെ നടന്നുകൊണ്ട് പരിപൂർണമായ സഹകാരം ഞങ്ങളുടെ ബദ്രിയ ജുമാ മസ്ജിദിലെ ആഡളിത സമിതിയും മീറായത്ത് ബാക്കിയുള്ള എല്ലാ സംഘസംസ്ഥയും ആക്കിയുള്ള ഇത് പരിയൊരു 3 നിങ്ങൾ ഉറുക്ക മാത്രം പള്ളിയിലവിടെ നിന്റെ ഔത്തിന് ഡെയിലി ആക്ക്, വാരത്തിൽ ഉറുക്കലെങ്കിൽ ആക്ക്, 2 വാരത്തിലാക്ക്. ബേജാറെല്ലാം തുടങ്ങുമ്പോ ബദ്രി
നമ്മൾ ഔത്തുള്ളി വെഞ്ഞായി മക്കളൊട്ടിയ പഠിക്കണ മക്ക ഉള്ളവരല്ല അങ്ങനെ എതിർത്ത് നിപ്പാട്ടിയിട്ട് 6 കുടുംബാട്ടിയങ്ങും പാടവ് കിട്ടുന്ന പോലത്തെ ഈസി ആയിട്ടുള്ള അക്ഷരം അത് ശബ്ദത്തിൽ പാടാം. ഏത് രാഗ് വേണമെന്നും കിട്ടത് യൂട്യൂബിലും അല്ലാണ്ട് വേന്മായത്ര നിങ്ങൾക്ക് കിട്ടത്. ഈ ദുആർക്കിടെ എന്തെങ്കിലും ഈ 6 ജവാബ് നാ ചൊല്ല ബദരീങ്ങളെ മാത്രമല്ല സ്മരിക്കണേ. ഫസ്റ്റത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ ഏകമാത്രമായ അല്ലാഹുവിന്റെ തൗഹീദിന്റെ പരിപൂർണമായിട്ടും അംഗീകരിക്കട്ടെ. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അഫ്ളലു മാ ഖുൽതു അന, ഞാൻ ചൊന്നതിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദയുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല വന്നബിയൂന മിൻ ഖബ്ലി, എൻ്റെ മുന്നിൽ വന്നെനിക്കത്തെ 1,24,000 നബിമാരും. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ച് മഹാനായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ള അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ എല്ലാ നബിമാരും എല്ലാ മുർസലീങ്ങളും ചൊന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദ ചൊല്ലത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല പദായിട്ടിക്കടെ. ഏത് പദ ഇത്? ഒരു മനുഷ്യൻ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നോള മിനിമം 5 വക്ത് നിസ്കരിച്ചെങ്കിൽ അഫ്ളല ദിക്ർ ചൊല്ലുമ്പോൾ 5 കിട്ടും. ഹദ്ദാദ് കൊണ്ടെച്ചെങ്കിൽ ഫലം വന്നഹു ചൊന്നെങ്കിൽ 50 കിട്ടും. മഗ്രിബ് ചില മോട്ടുന്ന അതിലെ സുന്നത്ത് അങ്ങനെ പാലനാക്കിയെങ്കിൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലല്ലേ. ആ രൂപത്തിൽ ഒരു നാലിൽ 100 വട്ട അല്ലാഹുവേ ആരാധന കർഹനായിട്ടുള്ളത് നീನು മാത്ര. ആ രൂപത്തിലുള്ള സത്യപ്രതിജ്ഞ നിങ്ങൾ ആക്കിയോ എന്നെങ്കിൽ ഞങ്ങളുടെ കൽബ് ശുദ്ധാവും, ഞങ്ങളുടെ നാവ് ശുദ്ധാവും, ഞങ്ങളുടെ ആലോചന ശുദ്ധാവും, ഞങ്ങളുടെ ഹാവഭാവ ശുദ്ധാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തേത് തൗഹീദ്. മജ്ലിസിനോട് വന്നെങ്കിൽ കിട്ടേ തൗഹീദ് സ്ഥിരാവും. രണ്ടാമത്തെ ജവാബ് എന്തോ സല്ലല്ലാഹു വസല്ലമ റബ്ബുന അലാ റസൂലി നബീന മുഹമ്മദിൻ ഹബീബിന ഫകുല്ലനാ യാ റബ്ബനാ. അർത്ഥം ലാൽസന കൊടുക്കട്ടെ. ഇങ്ങനെ പാടല്ല. സല്ലല്ലാഹു വസല്ലമ സലാത്ത് ചൊല്ലുക സലാം ചൊല്ലുക ആരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അലൻ നബി അലർ റസൂലി നബീന, ഞങ്ങളുടെ റസൂലായ നബി തങ്ങളുടെ പേരിൽ 6 സലാത്തും സലാമും ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുക. പിന്നെ ഒരു എക്സ്പ്ലനേഷൻ ആക്കടെ മുഹമ്മദിൻ ഹബീബിന, ഞങ്ങളുടെയും റബ്ബുടെയും ഹബീബായ മുത്തു മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊന്ന റബ്ബേ ഫകുല്ലനാ യാ റബ്ബനാ ഫകുല്ലനാ, നീ ഞങ്ങളും അങ്ങനത്തെ സലാത്തും സലാമും ഈ നബി തങ്ങളെ ബഹുമാനിക്കുന്ന കാരണത്തിൽ നീ ನನಗೆ തന്ന റബ്ബേ. അതും ഒരു പ്രാർത്ഥന. അല്ലാഹുവിനെ അംഗീകരിച്ച നബി തങ്ങളെ ഷഹാദത്തിനെയും പിന്നെയും സ്ഥിരപ്പെടുത്തിയ മൂന്നാമത്തേത് റിദ്വാനു റബ്ബി. പാടോട്ടിയ റിദ്വാനു റബ്ബി അൻകും നർജു നജാതൻ നുക്റമു കൂനൂ ലനാ യാ ഹൂദനാ. മൂന്നാമത്തെ ഈ ബൈത്ത് എന്തോ റിദ്വാനു റബ്ബി അൻകും യാ അഹ്ല ബദരിൻ മിൻകും. അതേറ്റവും പ്രധാനം. റിദ്വാനു റബ്ബി, നിന്റെ റബ്ബുടെ എല്ലാ സംപ്രീതിയും എല്ലാ പിൻസപ്പാടും ഓ മഹാന്മാരായ ബദരീങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു തന്നതല്ലേ. ബദരീങ്ങളെ പ്രത്യേകത എന്ത്? ബദരീങ്ങ ബദറിൽ സംബന്ധിച്ച 300 ചില്ലാന ആത്മാർ അങ്ങനെ മുന്നലാക്കിയ ദോഷത്തെയും ഇനി അങ്ങനെ ജീവനത്തിൽ എന്തെങ്കിലും പറകുള്ള ദോഷത്തെയും അല്ലാഹു സമ്പൂർണമായിട്ടും പുറത്തു കൊടുത്തിടാണ്ട് പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജല്ല. ബദരീങ്ങളെ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായിട്ടും തൃപ്തിപ്പെട്ടതാണ്.
സമ്പൂർണമായിട്ടും തൃപ്തിപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ ആശയുള്ളത് ഞങ്ങൾക്കും രക്ഷ വേണം. നിങ്ങൾക്ക് രക്ഷ കിട്ടിയതല്ലേ, ഞങ്ങൾക്കും രക്ഷ വേണം. എങ്ങനത്തെ രക്ഷ? ഞങ്ങളെ ബഹുമാനിക്കപ്പെട്ടിരിക്കട്ടെ, ഞങ്ങൾക്ക് ബഹുമാനവും റെസ്പെക്റ്റും ഓണറബിളും ഓണറിയും കിട്ടണിക്കട്ടെ. ആ ഒരു ആദരവിടെ ആ ഒരു വിജയത്തെ സക്സസിടെ നമ്മവും ആഗ്രഹിച്ചുള്ള ബദ്രീങ്ങളെ നിങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊന്ന് ഏൽപ്പാക്കിയോളും. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ചൊല്ലണായതാണ്. ഞാൻ കേൾക്കണേ ബൈത്തായിട്ട് എവിധങ്ങളെ വിശേഷം ഒന്നിട്ടായിട്ട് ബദ്രീങ്ങളെ വിശേഷം ഒന്നിട്ടായിട്ട് അങ്ങനെ മുന്നൽ വെച്ചിട്ട് റബ്ബുരൊട്ടിಗೆ അങ്ങോട്ടല്ല റബ്ബുരൊട്ടിಗೆ രക്ഷണ തേടിട്ടായിട്ട് ഇതെല്ലാം ആയോജിക്കുമ്പോ ഞങ്ങൾക്ക് പണ്ട് റബ്ബേ അവിടെ നോമ്പല ആ നോമ്പല കണ്ണ് കാണ്ടില്ല, കാത് കേൾക്കില്ല, മക്കളായിട്ട് കറുപ്പിച്ചായിട്ട് പേടിയായിട്ടുണ്ടോ, മക്കളെ എഡ്യൂക്കേഷൻ വിഷയത്തിൽ ടോട്ടലി ഡിപ്രസ്. ഈ ആൾമാരെ കൽപറഞ്ഞിട്ട് റബ്ബ് ഇത്രത്തോളം ആയതായി എനിക്ക് മച്ചിട്ടൊട്ടിಗೆ ಅರಸೈ ಅಡೆಯೊಡೊಟ್ಟಿಗೆ ಬಿರ್ಸೆ ಇಲ್ಲ ಅಪ್ಪರತೊಂದೊಟ್ಟಿಗೆ ಇಲ್ಲ ಅಂತ ಹಾಕೊಂಡು ಕಾಸು ರಾಜಕೀಯ ಬಲೇപോലെ സമ്പത്ത് സ്വത്ത് മക്കളെ വിഷയത്തിൽ കുറേ വേണ്ടാത്തതല്ല ആക്കിയത്. ഞാൻ ഒരു നാൾ പോണ്ടേ ഈ കൂട്ടത്തിലുള്ള എന്റെ ഏജിൽ ഇപ്പൊ 38 ആയിട്ട് ഈ ചെറിയ കിടാവുടെ സഹിതമുള്ള ഈ വയസ്സായ ആത്മാരെ ഏജിലുള്ള ഒരുത്തനായെങ്കും വൃത്തിയായെങ്കും ഇതിടയിൽ മനുഷ്യരാറ്. അപ്പൊ ഏജ് പ്രശ്നമല്ല, ലിംഗ പ്രശ്നമല്ല, എഡ്യൂക്കേഷൻ പ്രശ്നമല്ല. ഒരു നാൾ മരിക്കട നാളത്തെ ചീറ്റ് നല്ലതായേക്ക. ഞാൻ സജിബത്ത് മരിച്ച അഫ്രാസ് അവന്റെ ചെങ്ങ ഇന്നലെ വിസിയാക്കുമ്പോ ചൊന്ന അത്രത്തോളം ഓണോ പെരവലിന്നോണു അവിടെ ടോൾഗേറ്റിനോട് എത്തുമ്പോൾ സീറ്റ് അപ്പറിട്ടാക്കിയ ആദ്യച്ചോടം പോയ അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ അപകട മരണത്തിൽ നിന്നാണ് കാത്ത് സലാമത്താകട്ടെ. ദയമായ നന്ദിയുടെ ചൊല്ലുള്ളത് ഇതിങ്ങനെ മജ്ലിസുന്നൂർ നിരന്തരാക്കുമ്പോ റബ്ബേ നാനാക്കിയ സിഹർ നക്കാക്കിയ സിഹർ കണ്ണീർ ചതിമ ഷർ എല്ലാ ബലാലും ആഫത്തും മുസീബത്തും എല്ലാത്തെയും അല്ലാഹുവിന്റെ നേടേ. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ഈ ചൊന്ന എല്ലാം എല്ലാ ഔട്ടിലുള്ളത്. കാസ് നോക്കണ്ട, കാറ് നോക്കണ്ട, ഇൽമു നോക്കണ്ട, എല്ലാവരുടെ മനസ്സിലും ബേജാറുണ്ടോ. റബ്ബുരൊട്ടിയെ മഹാന്മാരായ ബദ്രീങ്ങളെ വെച്ചിട്ട് ദുആര ഔത്തുൽ എപ്പോഴും ഈ പാട്ടുപാട് എല്ലാ ബലാലും ആഫത്തും മുസീബത്തും എടങ്ങേറുകൾ മുസീബത്തും ബദ്രീങ്ങളുടെ ബർക്കത്തിനാൽ എന്നെ കാക്കണേ യാ റബ്ബന. റബ്ബുരൊട്ടിയെ കേൾക്കണേ. ബദ്രീങ്ങളെ ചൊല്ലല്ല, പക്ഷെ ബദ്രീങ്ങളെ എനിക്ക് ഇഷ്ടം. കാരണം എന്തേ? അല്ലാഹുവേ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബത്തൽ യൗം, ഇന്നത്തെ നാളിൽ ഈ സമുദായത്തെ നീ നശിപ്പിച്ചെങ്കിൽ റബ്ബേ പിന്നെ നിന്നെ ദുനിയാവിൽ ആരാധിക്കവും ഒരു പുരുഷന ഒരു സ്ത്രീയ ഒരു മുഅ്മിനായി കലണ്ട് മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബദർ ദിനത്തെ അണ്ടത്തെ ജാവാന അഥവാ 16ാമത്തെ നോമ്പ് തുറന്നേൽ പിന്നെ ചാവുവാറുണ്ട്. അപ്പൊ ഇന്ന ഞങ്ങൾ തൊട്ടി വെച്ചില്ലെങ്കിൽ, ഇന്ന ഞങ്ങൾ നിസ്കരിച്ചോ ഇന്നെങ്കിൽ, ഇന്ന ഞങ്ങൾ ഖുർആൻ ഓതിയോ ഇന്നെങ്കിൽ അതിലെല്ലാ കാരണകർത്തന്മാർ ബദ്രീങ്ങായിട്ടിക്കട് ഉറക്ക വന്നിട്ട് മലായിക്കത്തീങ്ങളെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കറിയ റസൂലുള്ളാഹ് അല്ല നബിയെ നിങ്ങൾ എത്ര 1,00,000 ചില്ലാന സ്വഹാബിമാർ ഉള്ളവരല്ലേ, സ്വഹാബിമാരിൽ നിങ്ങളെ ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള ഹൈ ലെവൽ ക്വാളിറ്റി ഉള്ള ആൾമാരാണ് ബദ്രീങ്ങ ചൊല്ലുമ്പോ മലായിക്കത്തീങ്ങളുടെ നേതാവായ ജിബ്രീൽ ചൊല്ലു. ഇതേപോലെ അസംഖ്യമായ കണക്കില്ലാത്ത മലായിക്കത്തീങ്ങളിൽ വെച്ചിട്ട് അണ്ട് ബദ്ർ യുദ്ധത്തിന് സംബന്ധിച്ച് 5000 മലായിക്കത്തീങ്ങ സ്പെഷ്യൽ മലായിക്കത്തായിട്ട് കിടണ്ട്. അല്ലാഹു നന്നൊട്ടിಗೆ ചൊന്നുറ നബിയെ അത് തിരിപ്പാട്ട് നിങ്ങളെ വന്നിട്ട് ആ ബദ്രീങ്ങളുടെ ബർക്കത്തില് എല്ലാ ബലായുടെയും എല്ലാ മുസീബത്തിന്റെയും എല്ലാ ഇടങ്ങേറുടെയും എല്ലാ ഷറുടെയും നീ ദൂരാക്ക്. അതിൽ പിന്നെ ഞങ്ങൾക്ക് ഒത്തുള്ള കുറെ സീക്കുണ്ടു. ദണ്ഡം, വബാ,
അല്ലെ? ദണ്ണം, വസൂരി പണ്ടത്തെ രോഗമാണ്. ഇപ്പൊ വേറെ രോഗമുണ്ടോ? മറ്റുടനെ ദീനം ചൊല്ലുന്നുണ്ടോ? ദീനം നീ നഗ്നിക്കലെന്നെ അതുകൊണ്ട് ദീനം തറക്കളൊട്ടിക്കണം. ദീനം ചൊന്നെങ്കിൽ എല്ലാ സീക്കും മറ്റുള്ള ദീനമടങ്ങലും അടങ്ങൽ ചെന്നെങ്കിൽ സർവ്വരോഗവും. അതായത് ഈ ദീനം ഈ ശബ്ദ ദീനല്ല, അവിടെ ദീനും അല്ല, ദീനം ചെന്നെങ്കിൽ രോഗം സീക്ക്. അപ്പോ എല്ലാ ദണ്ണം, വസൂരി. ദണ്ണം നൊമ്പല, പെണ്ണിങ് ചൊല്ലാറില്ല. ആ നൊമ്പല, ഈ നൊമ്പല, കാൽ നൊമ്പല, നടുനൊമ്പല, മുട്ടുനൊമ്പല, കൈക്കാട് നൊമ്പല, അതാണ് ദണ്ണം. വബാ ചെന്നെങ്കിൽ എല്ലാ രൂപത്തിലുള്ള വൈറസ്, ബാക്ടീരിയാസ് ഏതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ളത്. വസൂരി മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഇതല്ലായാൽ പിന്നെ ദുനിയാവില് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ രോഗവും പരോക്ഷമായ ശർറും എല്ലാത്തിൽ നിന്നും ബദരീങ്ങളെ ബറക്കത്തിന് സലാമത്തായാൽ പിന്നെ അല്ലാഹുവിന്റെ ഞങ്ങൾ കേൾക്കട്ടെ. എത്രയും ഞങ്ങൾ ലാസ്റ്റ് മരിക്കുമ്പോ ലാസ്റ്റ് മൊമെന്റിൽ പണ്ട ലാനത്താക്കപ്പെട്ട ശൈത്താൻ ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി എങ്ങനെ പണ്ടോ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തൈക്കണം, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിക്കല് ആ ആളെ കോലത്തിലായിട്ടിക്കട് തണ്ണിയും പിടിച്ചോണ്ട് സ്വർണ്ണ പാത്രവുമായിട്ട് പണ്ടേ ആ ടൈമോട് ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ കറക്റ്റ് മജ്‌ലിസിനോടേക്കിടാമ, കറക്റ്റ് നിങ്ങൾ ബദർ മാല പാടറാമ, കറക്റ്റ് നിങ്ങൾ ബദർ മൗലിദ് ഓതറാമ. മരിക്കുമ്പോ ബദരീങ്ങ ഇക്കുവാറ് അത് ഇസ്ലാമുടെ വിശ്വാസം, അത് ഇസ്ലാമുടെ വിശ്വാസം ഉറപ്പായിട്ടും ഇക്കണം. ആ മജ്‌ലിസിനോട് ഞങ്ങൾ നിരന്തരമായിട്ട് ചൊല്ലെങ്കിൽ ഷഹാദത്തേനി അള്ളാഹുടെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച പോലെ ഷഹാദത്തിന്റെ പ്രതിജ്ഞ ഞങ്ങൾ എന്ത് ചൊല്ലേ റിനോവേഷൻ ആക്കിയ പോലെ ഹൊസത്തനാക്കിയ പോലെ മുഹമ്മദ് നബിയുടെ സ്വലാത്തും സലാമും ചൊന്ന പോലെ ബദരീങ്ങളെ പുകലിയ പോലെ അതെല്ലായിൽ പിന്നെ ഞങ്ങളുടെ പ്രത്യക്ഷമായ രോഗത്തെയും പരോക്ഷമായ അഥവാ കാണാത്ത ഗോചരമായ അഗോചരമായ എല്ലാ സീക്കുകളും എല്ലാ രോഗത്തും പരിഹാരം ലാസ്റ്റ് മരിക്കുമ്പോൾ ഈമാൻ സലാമത്താവുള്ള കാരണം അതായിട്ടിടെ ഏറ്റവും പ്രധാനമായ ഈ മജ്‌ലിസിനോരുടെ ഒരു ബ്രീഫ്, അതിന്റെ സാരാംശം.